തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 500ഓളം പേർ കുടുങ്ങിക്കിടക്കുന്ന ശ്രീ വൈകുണ്ഠാപുരം റെയിൽവേ സ്റ്റേഷനിൽ ദേശീയ ദുരന്ത നിവാരണ സേന എത്തിയിട്ടുണ്ട്. വിനയ് ഉണ്ണി വിവരങ്ങളുമായുണ്ട്. വിനയ്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? നിലവിൽ എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? പ്രളയം അതിന്റെ സംഹാരതാണ്ഡവം ആടിയ 3 ദിവസങ്ങളായിരുന്നു തെക്കൻ തമിഴ്നാട്ടിൽ കടന്നുപോയത്. പ്രത്യേകിച്ച് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലാണ് ഇപ്പോൾ പ്രളയത്തിന്റെ ഒരു മഴക്കെടുതിയിൽ ജനങ്ങൾ ജീവിക്കുന്നത്. ഇതിനിടയിലാണ് ഏകദേശം 800 പേരോളം ഈ തൂത്തുക്കുടിയിലെ ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്ത വന്നത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഇവർ തിരുച്ചെന്തൂരിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന എക്സ്പ്രസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പെട്ടെന്ന് മഴവെള്ളം മെരിച്ചത്തോടുകൂടിയാണ് ഒരു ട്രെയിൻ ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷൻ നിർത്തിയിട്ടത്. പക്ഷേ തൊട്ട് പിന്നാലെ ആദ്യഘട്ടത്തിൽ 800ഓളം പേരാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. പിന്നീട് ആദ്യ ദിവസത്തെ രക്ഷാപ്രവർത്തനം തുടർന്ന് 300ഓളം പേരെ മാറ്റിയെങ്കിലും പിന്നീട് താമരഭരണി നദി കരകവിഞ്ഞ് ഒഴുകിയതോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായതും പിന്നീട് 500ഓളം പേർ ഈ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയതും. ഇപ്പോൾ നിലവിൽ ഈ ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ 500ഓളം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ രാവിലെയോടുകൂടി മാത്രമാണ് ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ ചുറ്റും ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മാത്രമല്ല ശക്തമായ മഴവെള്ള പാച്ചിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ഇവിടേക്ക് ചേരാൻ കഴിയാതിരുന്നതും. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ എത്രയും വേഗം പുറത്തെത്തിച്ച് ചെന്നൈയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. മറ്റൊരു ഭീകരമായ കാഴ്ച കണ്ടത് തിരുനെൽവേലി ടൗണിലായിരുന്നു. തിരുനെൽവേലി ടൗൺ ഈ പ്രളയത്തിൽ ആകെ മുങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സമയത്ത് ഒരു മൃതദേഹം ഒഴുകി നടക്കുന്ന സാഹചര്യം അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്.